എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +1 പരീക്ഷയിൽ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്, +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് എത്ര സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാം, 4-ൽ കൂടുതൽ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ എന്നിങ്ങനെ ഒരു സംശയം വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ +1 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചാനലിൽ ഇതേക്കുറിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1 ജയിക്കുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ +1ൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി +1ന് ജയിച്ചോ തോറ്റോ എന്നുള്ളത് പറയാറില്ല. +1ന് മിനിമം മാർക്ക് വേണം എന്ന് മാത്രമേ പറയാറുള്ളൂ. സാധാരണ ഒരു വിദ്യാർത്ഥി +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം ആ ഒരു വിദ്യാർത്ഥി +1 +2 ടോട്ടലായിട്ട് മാർക്ക് നോക്കുന്ന സമയത്ത് ജയിച്ചിട്ടുണ്ടോ ജയിച്ചിട്ടില്ലേ എന്ന് മാത്രമാണ് നോക്കുക. +1ന് മിനിമം മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. +1ന് മിനിമം മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ +1 +2 ടോട്ടൽ കൂട്ടുന്ന സമയത്താണ് വിദ്യാർത്ഥികൾ ജയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജയിക്കുന്ന സമയത്ത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം കൂടി വേണം. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ +1ന് ഒരു നിശ്ചിത മാർക്ക് വാങ്ങിക്കണം, അതുപോലെ തന്നെ +2നും ഒരു നിശ്ചിത മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമാണ് 2 വർഷം കൂടി ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് +1 +2 ടോട്ടൽ കൂട്ടുന്ന സമയത്ത് 60 മാർക്ക് സബ്ജക്റ്റിൽ 36 വേണം, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് വേണം. അപ്പോൾ ഇങ്ങനെ ടോട്ടലായിട്ട് എന്ത് കൂട്ടിയാലാണ് ഈ ഒരു 36 48 വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളുടെ +1ൻ്റെ റിസൾട്ടിൽ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ഈ ഒരു രീതിയിലാണ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അതായത് TE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ CE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ GM എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ തന്നെ ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും അതായത് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു സബ്ജക്റ്റിന് കിട്ടിയ പരീക്ഷയുടെ മാർക്കാണ് TE മാർക്ക്. അതുപോലെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ കിട്ടിയിട്ടുള്ളത്, അതായത് CE മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് നൽകുന്ന മാർക്കാണ് CE മാർക്ക്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ കലോത്സവങ്ങളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് ആകെ ടോട്ടലായിട്ട് TE CE GM എന്നിങ്ങനെ ടോട്ടലായിട്ട് കിട്ടിയതാണ് ടോട്ടൽ മാർക്ക്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മാർക്കാണ് ജയിക്കാനായിട്ട് പരിഗണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് പരീക്ഷയുടെ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് TE മാർക്ക് മാത്രമേ നോക്കുള്ളൂ. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു TE മാർക്കിനൊപ്പം ഗ്രേസ് മാർക്ക് കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കും അതുപോലെ തന്നെ TE മാർക്കും ടോട്ടൽ നോക്കിയിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു മിനിമം മാർക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കതിൽ TE മാർക്ക് കുറഞ്ഞത് ഒരു 18 മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 24 മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 18ഉം 24 മാർക്കൊന്നും കിട്ടണമെന്നില്ല. ഇതിൽ കൂടുതൽ കിട്ടിയാൽ നല്ല കാര്യമാണ്. എന്നാൽ ഇതിൽ കുറവാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ, അതായത് 18 മാർക്കിൽ കുറവാണ്, അതായത് 17 മുതൽ താഴോട്ടാണ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ 80 മാർക്ക് സബ്ജക്റ്റ് ആണെങ്കിൽ 23 മുതൽ താഴോട്ടാണ് മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 18 മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട, അതുപോലെ 24 മാർക്ക് 80ൽ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 18 24 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് TE മാർക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഗ്രേസ് മാർക്കും TE മാർക്കും കൂട്ടുന്ന സമയത്ത് ഈ ഒരു മാർക്ക് കിട്ടിയാൽ മതിയാകും. അപ്പോൾ അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് എത്ര വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ച സംശയമായിരുന്നു 4 സബ്ജക്റ്റ് തോറ്റാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ളത്. സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നില്ല, നിങ്ങൾ +1ൻ്റെ കണ്ടിന്യൂഷനാണ് +2 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിലവിൽ +2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾ +1ന് 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ +2 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +2 ഓൾറെഡി, അതായത് +1 ജയിച്ചാലും അതായത് മിനിമം മാർക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ആ ഒരു വിദ്യാർത്ഥി +2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ +2 പഠിക്കാവുന്നതാണ്. അപ്പോൾ +2ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു
ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് പറ്റിയ 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അത് നിങ്ങൾ തോറ്റതായാലും ജയിച്ചതായാലും, അതായത് മിനിമം മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികളായിരുന്നാലും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളായിരുന്നാലും ഈ ഒരു രീതിയിൽ 3 സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വിഷയം വരെ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 3 ആബ്സെൻ്റ് ആയിട്ടുള്ള എത്ര സബ്ജക്റ്റ് ആണോ ആ ഒരു സബ്ജക്റ്റുകൾ ഈ ഒരു 3 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എത്ര സബ്ജക്റ്റ് ആണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് ആ ഒരു 3 വിഷയങ്ങൾ, അത് 3 വിഷയം ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 3 വിഷയം, ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റ് എത്ര സബ്ജക്റ്റ് ആണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് 3 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ എഴുതാനായിട്ട് സാധിക്കും. അതായത് ഒരു വിദ്യാർത്ഥി ചുരുക്കത്തിൽ ഒരു 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 3 സബ്ജക്റ്റിൻ്റെ, അതായത് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്ന, അത് പരീക്ഷ എഴുതാതിരുന്ന 3 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റുകൾ വരെ നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ടും എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 3 സബ്ജക്റ്റുകളിലെ ആബ്സെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതാൻ പറ്റുമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥി +2 ജയിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും +1 എല്ലാ സബ്ജക്റ്റുകളുടെ പരീക്ഷയും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ അതായത് ആ ഒരു ആബ്സെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ 3 വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആബ്സെൻ്റ് ആയിട്ടുള്ള വിഷയം എത്ര ആണോ അത്രയും വിഷയം നിങ്ങൾ ഈ ഒരു സേ പരീക്ഷയിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ 4 വിഷയമാണ്, അതായത് എല്ലാ വിഷയങ്ങളുടെ പരീക്ഷയും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ 4 സബ്ജക്റ്റുകൾ എല്ലാ വിഷയങ്ങളുടെ പരീക്ഷ എഴുതിയിട്ടും തോറ്റിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ 6 സബ്ജക്റ്റ് തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും, ചില വിദ്യാർത്ഥികൾ 5 സബ്ജക്റ്റ് മാത്രം തോറ്റ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ വിദ്യാർത്ഥികൾ പല സബ്ജക്റ്റുകൾ തോറ്റിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. 3 സബ്ജക്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഇതിനോടൊപ്പം ബാക്കി ഇപ്പോൾ 4 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ 1 സബ്ജക്റ്റ് ഉണ്ട്, 6 സബ്ജക്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ 2 സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ 5 സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു 6 സബ്ജക്റ്റ് ആണെങ്കിൽ 3 സബ്ജക്റ്റാണ് തോറ്റിട്ടുണ്ടാവുക, അതുപോലെ തന്നെ എക്സ്ട്രാ ഉണ്ടാവുക, അതുപോലെ തന്നെ 5 സബ്ജക്റ്റ് ആണെങ്കിൽ 2 സബ്ജക്റ്റ് എക്സ്ട്രാ ആയിട്ട് തോറ്റിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി എക്സ്ട്രാ കിടക്കുന്ന സബ്ജക്റ്റിന് എത്ര മാർക്കാണോ കുറവുള്ളത് ആ ഒരു കുറവുള്ള മാർക്ക് നിങ്ങൾ +2 സബ്ജക്റ്റിൻ്റെ ആ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് അതിനോടൊപ്പം ജയിക്കാൻ വേണ്ട മാർക്കിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു കുറവുള്ള മാർക്ക് കൂടി വാങ്ങിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ 4 സബ്ജക്റ്റിന് തോറ്റു എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, അതുപോലെ തന്നെ മാത്സ്, ഇത്രയും സബ്ജക്റ്റാണ് തോറ്റതെന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ പരീക്ഷ എഴുതിയാൽ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയ്ക്കാണ് എനിക്ക് ജയിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ചെയ്യുക 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ പരീക്ഷ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് എഴുതുന്നു. ഇവിടെ ബയോളജിക്ക് എനിക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു 10 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക. 18 മാർക്ക് ജയിക്കാനായിട്ട് വേണം, 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ 18 മാർക്ക് ജയിക്കാനായിട്ട് വേണം. അപ്പോൾ ഞാൻ ചെയ്യുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 2026 നടക്കുന്ന +2 പബ്ലിക് എക്സാമിനേഷനിൽ +2 ബയോളജി പരീക്ഷയിൽ, അത് +2 ബയോളജി പരീക്ഷയിൽ ഇവിടെ 10 മാർക്കേ +1 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 8 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുക +2 ബയോളജി പരീക്ഷയിൽ ഞാനൊരു 26 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിക്കും. അതായത് ഇവിടെ 8 മാർക്ക് കുറവുണ്ട്. അപ്പോൾ ആ ഒരു കുറവുള്ള മാർക്ക്, അതായത് ഇവിടെ ജയിക്കാൻ വേണ്ട 18 മാർക്ക് +2 വേണം, അതിനോടൊപ്പം ഇവിടെ കുറവുള്ള 8 മാർക്കും, ടോട്ടൽ 26 മാർക്ക് ഞാൻ +2 ബയോളജി പരീക്ഷയിൽ വാങ്ങിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. +1 മാർക്ക് കുറവുണ്ട് എന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല. നിങ്ങൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബാക്കി സബ്ജക്റ്റ് എത്ര സബ്ജക്റ്റുകൾക്ക് മാർക്ക് കുറവുണ്ട്, അത് ജയിക്കാൻ അല്ലെങ്കിൽ മിനിമം മാർക്ക് ഇല്ലാത്തത്, അപ്പോൾ ആ ഒരു മിനിമം മാർക്ക് ഇല്ലാത്ത സബ്ജക്റ്റുകൾക്ക് എത്ര മാർക്കാണോ കുറവുള്ളത് ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് ഞാൻ +2 ആ ഒരു സെയിം സബ്ജക്റ്റിൻ്റെ പരീക്ഷയിൽ ഞാൻ ആ ഒരു മാർക്ക് വാങ്ങിക്കും. ഇത്ര മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾ 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു 3 സബ്ജക്റ്റിൻ്റേത് കൂടി നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. അതോടൊപ്പം അത് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന 3 സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ എത്ര സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടോ ആ ഒരു സബ്ജക്റ്റുകൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ 4 സബ്ജക്റ്റുകൾ കൂടുതൽ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടും 4 സബ്ജക്റ്റിൽ കൂടുതൽ തോറ്റിട്ടുണ്ടെങ്കിൽ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് +2 പരീക്ഷയുടെ മാർക്കിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കുറവുള്ള മാർക്ക് എത്രയാണോ അത് എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.